പൈങ്ങോട്ടൂർ ആയങ്കരയിൽ സ്വകാര്യ ബസും ഗ്യാസ് ലോറിയും കൂട്ടിയിടിച്ച് 28 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ശനിയാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത്. ഒരാഴ്ച മുമ്പ് സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ചതിനെ തുടർന്ന് മരിച്ച ഓട്ടോ ഡ്രൈവറുടെ ഭാര്യയും മകനും പരിക്കേറ്റവരിലുണ്ട്. അന്നത്തെ അപകടം നടന്ന സ്ഥലത്തു തന്നെയാണ് ഈ അപകടം നടന്നത്. പോത്താനിക്കാട് പൈങ്ങോട്ടൂർ റോഡിൽ ആയങ്കര മൃഗാശുപത്രിക്ക് സമീപത്ത് കാളിയാറിൽ നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോവുകയായിരുന്ന ശ്രീലക്ഷ്മി ബസ് എതിരെ വന്ന ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറിയുമായാണ് കൂട്ടിയിടിച്ചത്. ബസ്സിലെ യാത്രക്കാർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത്. നാട്ടുകാരും പിന്നീടെത്തിയ പോലീസുമാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. വിവിധ വാഹനങ്ങളിൽ പരിക്കേറ്റവരെ ആശുപത്രികളിൽ എത്തിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങളുടെയും മുൻവശം തകർന്നു. പരിക്കേറ്റവരിൽ 20 പേരെ കോതമംഗലം ധർമ്മഗിരി ആശുപത്രിയിലും ഒരാളെ മാർ ബസേലിയസ് ആശുപത്രിയിലും 7 പേരെ മൂവാറ്റുപുഴ നിർമ്മല ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമായിരുന്നില്ല. ഏറെ പേരെയും പ്രാഥമിക ശുശ്രൂഷകൾക്ക് ശേഷം വിട്ടയച്ചു. അപകടത്തിൽ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയവരെ ആന്റണി ജോൺ MLA സന്ദർശിച്ചു. പൊടുന്നനെ ലോറി ബസ്സിൽ ഇടിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. ഞങ്ങൾ നോക്കിയപ്പോൾ ഗ്യാസ് വണ്ടി ഈ വണ്ടിയുടെ നേരെ വന്നത് എന്നാണ് ഒന്നും മനസ്സിലായില്ല. അപ്പം ഞങ്ങളങ്ങോട്ട് പറഞ്ഞിട്ട് ഗ്യാസ് വണ്ടി ഈ വണ്ടിയെന്ന് പറയുകയാണ് ഇടി കഴിച്ചു. അത്ര ഞങ്ങൾ പിന്നെ നിന്നോരെല്ലാം കമന്നടിച്ച് പഠിക്കുന്നു. ആ വണ്ടി ഇങ്ങനെ നേരെ വന്നെ നമുക്ക് കാണാമായിരുന്നു. എനിക്ക് ഈ കൈയുടെ കുഴയ്ക്ക് ചെറുതായിട്ട് വേദനയുണ്ട്. എൻ്റെ കൂടെ വന്ന ചേച്ചിക്ക് ഇവിടെ 5 സ്റ്റിച്ചുണ്ട്. പിന്നെ കാലിൻ്റെ മുട്ടിന്. ഒരാഴ്ച മുൻപ് ഇതേ സ്ഥലത്ത് സ്വകാര്യ ബസും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചിരുന്നു. അന്ന് മരിച്ച ഓട്ടോ ഡ്രൈവർ മലേക്കുടിയിൽ ബിജുവിന്റെ ഭാര്യ മേരിയും മകനും സഹോദരപുത്രിയും ഇത്തവണ അപകടത്തിൽപ്പെട്ട ബസ്സിലെ യാത്രക്കാരായിരുന്നു. ഇവർക്കും നിസ്സാരമായ പരിക്കേറ്റിട്ടുണ്ട്. മേരിയുടെ അമ്മ ബ്രസിയും കഴിഞ്ഞയാഴ്ചത്തെ അപകടത്തിൽ മരണപ്പെട്ടിരുന്നു. ഞാനും ആങ്ങളുടെ കൊച്ചുങ്ങളെ ഞങ്ങൾക്ക് പേടിച്ച വണ്ടി ഇങ്ങനെ നേരെ വന്നത്. നേരെ വന്ന് പെട്ടെന്ന് വെട്ടിക്കുകയത്. ഫുള്ളടിച്ചു ഞങ്ങൾ വിചാരിച്ചത് അതുപോലെ പോയിരുന്നു. ഞങ്ങൾ പള്ളി കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അവിടെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഞങ്ങൾ വന്നാണ്. ഗ്യാസ് സിലിണ്ടർ കയറ്റിയ ലോറി മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോഴാണ് ബസ്സുമായി കൂട്ടിയിടിച്ചതെന്ന് പോലീസ് പറഞ്ഞു. അപകടത്തെ തുടർന്ന് വാഹന ഗതാഗതം ഏതാനും സമയം തടസ്സപ്പെട്ടു. വാഹനങ്ങൾ മാറ്റിയ ശേഷം ഗതാഗതം പുനഃസ്ഥാപിച്ചു. GTV ന്യൂസ്, പൈങ്ങോട്ടൂർ.